കേൾക്കലേ. എൻ്റെ ഈ നീളമുള്ള കാർക്കൂന്തലിൻ്റെ രഹസ്യം എല്ലാവർക്കും അറിയണോ? എങ്ങനെയാണ് എൻ്റെ മുടി ഇത്രയും നീളുന്നതെന്ന്? ആക്ച്വലി എൻ്റെ മുടി കേളി ഹെയർ ആണ് കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം ഒന്നെങ്കിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെരാട്ടിൻ ഇതൊക്കെ വരും മുമ്പിൽ സ്റ്റാർട്ടിങ്ങിൽ സ്ട്രെയിറ്റനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വരുന്നത്. കുറേ നിങ്ങൾ കാണുന്നുണ്ടാവും എപ്പോഴും ഇങ്ങനെ നമ്മൾ ഗൂഗിളിലോ എവിടെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് നീളമുള്ള മുടി എങ്ങനെ വരും, മുടി തഴച്ചു വളരുന്നത് എങ്ങനെയാണ്, പിന്നെന്താണ് ഈ ഹെയർ ഫോൾ എങ്ങനെ മാറ്റാം, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് കുറേ തന്നെ നമുക്കറിയാം. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കാണാം. ഇതേമാതിരിയുള്ള ടിപ്പുകൾ 1000 ടൈപ്സ് ഓഫ് ടിപ്പുകൾ നിങ്ങൾക്ക് കാണാം. അതിലവർ കാണിക്കുന്നത് എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ഇപ്പം നമുക്കറിയാലോ ഈ ഫേമസ് ആയിട്ടുള്ള ഹെയർ ഓയിലുകാരൊക്കെ കാണിക്കുന്നത് ഓൾറെഡി അവർക്ക് പാരമ്പര്യമായിട്ട് മുടി വളർന്ന ഏതെങ്കിലും കുട്ടിയെ വിളിച്ചിട്ട് അതിൻ്റെ മുടി കാണിച്ചിട്ടായിരിക്കും ഇവരുടേത് യൂസ് ചെയ്തു പറയുന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമില്ല. അതൊക്കെ ബിസിനസ് സ്ട്രാറ്റജി ആണല്ലോ, അല്ലാണ്ട് റിയലായിട്ട് ഇവരുടെ എണ്ണ തേച്ച് വന്ന മുടിയൊന്നും അല്ല. അപ്പം ഓൾറെഡി ഈ ഹെയർ വളരുക എന്നുള്ളതിന് മെയിൻ ഫാക്ട് എന്ന് പറയുന്നത് അത് ഹെറിഡിറ്റി തന്നെയാണ്. 100% ഹെറിഡിറ്റിയാ. നിങ്ങളുടെ അമ്മയ്ക്കാവണമെന്നില്ല, അല്ലെങ്കിൽ അമ്മമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലിയിൽ അച്ഛൻ്റെ പെങ്ങള് അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സ് ആർക്കെങ്കിലും നല്ല ലോങ് ഹെയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടും. 100% ഇവർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഹെറിഡിറ്റി എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ അങ്ങനല്ല. അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ഹെറിഡിറ്റി അല്ല നമുക്ക് വരിക, അവരുടെ തലമുറയിലെ ഏതോ ഇയേഴ്സ് ബാക്കിലുള്ള ഒരാളുടെ കൂടെ വരും. നമ്മൾ 7ാം അറിവ് പറയുന്ന മൂവി കണ്ടിട്ടില്ലേ? അതിൽ സൂര്യയുടെ ക്യാരക്ടറിൽ സൂര്യയുടെ DNA എങ്ങനെയാണ് അത്രയും മെനി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്കിലുള്ള ഒരാളുടെ DNA ആയിട്ട് മാച്ച് ആയത്. സോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഒരുമാതിരി അസുഖങ്ങളായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ത് തന്നെയായാലും ഒരു പരിധി വരെ നമ്മുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോഡിയുടെ സ്ട്രക്ചർ എവറിത്തിങ് റിലേറ്റഡ് ടു ഹെറിഡിറ്റി ആണ്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു പഠനത്തിൽ അറിയണ്ടല്ലോ ക്യാൻസർ കൂടെ ഹെറിഡിറ്റി ആണെന്നുള്ള കാര്യം. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മുടിയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറയട്ടെ. നിങ്ങളുടെ മുടി നല്ല കാട് പോലെ തഴച്ച് വളരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ തേക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഒരുപാട് കാശ് മുടക്കി വാങ്ങുകയോ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങി തേക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങളൊരു ദിവസം നോക്കി കട്ട് ചെയ്താൽ മതി എന്നാണ് ഈ ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്. ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പൗർണമി ഡേയിലെ പൗർണമി, സോ അതായത് ഫുൾ മൂൺ ഡേ. സോ ഫുൾ മൂൺ ഡേയിൽ നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കാട് പോലെ തഴച്ചു വളരുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത്. അതേപോലെ തന്നെ ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഫുൾ മൂൺ ഡേയിൽ കട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. സപ്പോസ് നിങ്ങൾ ഫുൾ മൂൺ ഡേ മറന്നുപോയി എന്നാണെന്നുള്ള കാര്യം മറന്നുപോയെങ്കിൽ ഫുൾ മൂൺ ഡേയുടെ നെക്സ്റ്റ് ഡേയും കട്ട് ചെയ്യാനായിട്ട് നന്നായിരിക്കും അത്ര. കാരണം ഫുൾ മൂൺ ഡേയുടെ നെക്സ്റ്റ് ഡേയും ഫുൾ മൂൺ അല്ലെങ്കിൽ കൂടിയും മൂൺ ഫുള്ളായി തന്നെ ഉണ്ടാവും. സോ അതേപോലെ തന്നെ ആ ഫുൾ മൂൺ ഡേയുടെ ബാക്കിലത്തെ ഡേ, അതായത് മുമ്പിലത്തെയും പിമ്പിലത്തെയും ഡേയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ മൂൺ ഡേ പോലെ തന്നെ ഉണ്ടാവുമല്ലോ. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൂൺ ആണത്രേ. സോ മൂണിനെ നമ്മൾ കാണുമ്പോൾ ആ മൂൺ അങ്ങനെ ഫുള്ളായിട്ടുള്ള റൗണ്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾക്ക് മുടി കട്ട് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും ഇത്രേ. പക്ഷെ മുടി കട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ തുമ്പെടുത്തിട്ട് ഹെയറിൻ്റെ തുമ്പെടുത്തിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി ഇത്രേ. അങ്ങനെ ഇത് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കാട് പോലെ വളരുമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഇനി ഒരു കാര്യം, ഈ ഇപ്പൊ പറഞ്ഞ നമ്മൾ ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ടു മൂൺ. സോ മൂൺ ഇല്ലാത്തപ്പോൾ എന്ത് പറ്റും? സോ മൂണിന്റെ ആ അനുഗ്രഹം അല്ലെങ്കിൽ മൂണിന്റെ ആ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മുടി വളരുള്ളൂ എന്നാണ് പറയണേ. സോ ഈ മൂൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി അല്ലേ? സോ അമാവാസി ഡേയിൽ നിങ്ങൾ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മുടി വളരില്ല പറയുന്നു. സോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫുൾ മൂൺ ഡേയിൽ വേണം, പൗർണമി ദിവസം വേണം മുടി കട്ട് ചെയ്യാനായിട്ട്. അതും തുമ്പ് മാത്രം കട്ട് ചെയ്യണം അത്രേ. അമാവാസി ദിവസം മുടി കട്ട് ചെയ്യാൻ പാടില്ല അത്രേ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരില്ല. എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫണ്ണിയായി അല്ലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നില്ല, 100% ഞാനിതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? അത് നടക്കുന്ന കാര്യമാണോ, സത്യമാണോ? അല്ലെങ്കിൽ സപ്പോസ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ട് ഇതിന് മുമ്പിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ, പഴയ ആളുകളൊക്കെ പറഞ്ഞറിയാവുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ കട്ട് ചെയ്ത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് നല്ല കേളി ഹെയർ നന്നായിട്ടുണ്ടായിരുന്നു, നിറയെ മുടി ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞു, ഇതിന്റെ അടിവശം നമുക്ക് കുറച്ചുകൂടി കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, പാർലറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്ര കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഇത്രയും കട്ട് ചെയ്യും. സോ മോളുടേത് കൊണ്ടുപോയിട്ട് അവർ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു, നിറയെ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ മുടി കട്ട് ചെയ്തിട്ട് 1 ഇയറോ 2 ഇയേഴ്സോ ആയിട്ടുണ്ട്. എവിടെ കട്ട് ചെയ്തോ അവിടുന്ന് 1 ഇഞ്ച് പോലും മുടി നീളം വെച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം വന്നു, കാരണം നല്ല നീളം ഉണ്ടായിരുന്ന മുടി ഞാൻ കാരണം അത് വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്ര നാളായിട്ട് മുടി കുറച്ചുകൂടെ വളരുന്നില്ല. അതോ വലിയ ഫേമസ് ആയിട്ട് ജാവേദ് ഹബീബ് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ഫുള്ളുള്ളതാണ് ഈ അവരുടെ സലൂൺസ്. സോ അവിടെ പോയിട്ടാണ് കട്ട് ചെയ്തത്. എന്ത് ചെയ്തതാണോ എന്തോന്ന് അറിയില്ല, എന്തായാലും മുടി വളരുന്നില്ല. അല്ലെങ്കിൽ ഞാനും ഇനിയിപ്പോൾ പൗർണമി ഡേയിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ, മോളുടെ മുടി വളരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്.